എയിലെ പ്രവാസികളുടെ ആദ്യ തലമുറയിൽപ്പെട്ട ഒരാളായി നമ്മൾക്കറിയുന്നത് ഒരു പക്ഷേ പള്ളിക്കൽ നാരായണനാണ്. പള്ളിക്കൽ നാരായണൻ വന്നത് ഒരു പത്തേമാരിയിലാണ്. എന്നാൽ അതിനും എത്രയോ വർഷങ്ങൾക്ക് മുൻപ് ഗുജറാത്തിന്റെ തീരങ്ങളിൽ നിന്ന് 30 ദിവസത്തോളം കടലിലൂടെ സഞ്ചരിച്ച് ദേരയുടെ തീരങ്ങളിൽ വന്നിറങ്ങിയ മറ്റൊരു മലയാളിയുണ്ട്. 1953 എന്ന് വെച്ചാൽ ഇന്നത്തേക്ക് 64 വർഷങ്ങൾക്ക് മുൻപ് ദേരയിൽ വന്നിറങ്ങിയ ചാവക്കാട്ടുകാരനായ ഒരു മനയൂർക്കാരനായ ഹാജിക്ക എന്ന അഹമ്മദ് കുട്ടിക. അവൽ മലബാറി അഥവാ പൊളിറ്റിക്കൽ കുട്ടി സാഹിബ് എന്ന് ഷെയ്ഖ് സായിദിന്റെ തലമുറ ഒരുപക്ഷെ അദ്ദേഹം തന്നെയും വിളിച്ച അതിവിശിഷ്ടമായ ഒരു വ്യക്തിത്വത്തിനുടമ അദ്ദേഹമാണ് ഇന്ന് നമ്മോടൊപ്പം ചാനൽ ഡിയിൽ നിങ്ങൾക്കും നമ്മൾക്കും അതിഥിയായെത്തുന്നത്. നമസ്കാരം. UAE എന്നും നമ്മളെന്താ പറയാ പ്രവാസികളാൽ നിർമ്മിതമായിട്ടുള്ള ഒരു രാഷ്ട്രമാണ്. കാരണം ഇവിടെയുള്ളവരെക്കാൾ കൂടുതൽ എന്നും ഇവിടെ പുറത്തുനിന്നുള്ളവരാണ്. പക്ഷേ പ്രത്യേകിച്ചും ഇന്ത്യക്കാര്, മലയാളികൾ, അങ്ങനെയുള്ള ഈ രാഷ്ട്രം നിർമ്മിച്ചത് തന്നെ ഇവിടെ നിന്ന് പുറത്തുള്ളവരാണ്. അപ്പൊ എന്റെ ധാരണയൊക്കെ പറയുകയാണെങ്കിൽ 1978 എന്റെ അച്ഛൻ ഇവിടെ വരുന്നത്. അപ്പൊ എന്റെ ധാരണ ഏറ്റവും ആദ്യം വന്ന ആൾക്കാരിൽ ഒരാളായിരിക്കണം അച്ഛൻ എന്നുള്ളതാണ്. പക്ഷെ അങ്ങയെക്കുറിച്ച് കേട്ടപ്പോഴാണ് മനസ്സിലായത് 1953 ഇദ്ദേഹം ആദ്യമായി ഇവിടെ എത്തുന്നത്. ചാവക്കാട് ഒരു മനയൂർ നിന്നുള്ള അഹമ്മദ് കുട്ടിക എന്ന ഹാജിക്ക. അതെ, പൊളിറ്റിക്കൽ കുട്ടി സാഹിബ്. എന്റെ പേര് അഹമ്മദ് കുട്ടി സീതി എന്നാണ് ശരിക്കും റെക്കോർഡിക്കുന്നത്. പാസ്പോർട്ടിലൊക്കെ അഹമ്മദ് കുട്ടി സീതി എന്നാണ്. പിന്നെ പേര് മിസ്റ്റർ VK കൃഷ്ണമേനോൻ ബോയ് എന്ന്, കൃഷ്ണമേനോന്റെ ബോയ് എന്ന് പറയും. പിന്നെ പൊളിറ്റിക്കൽ കുട്ടി സാഹിബ് എന്ന് പറയും. അങ്ങനെ അവൽ മലബാരി എന്ന് പറയും. അവൽ മലബാരി എന്ന് പറഞ്ഞാൽ ആദ്യത്തെ മലബാരി. അവൽ മലബാരി. പിന്നെ കൂറ, റൈസുൽ കൂറ, ഫുട്ബോൾ കളിയിലെ റൈസാണ് ഞാൻ. അത് ഇവിടെ ടീമുണ്ടാക്കിയ ആളെയാണ്. അങ്ങനെ പിന്നെ അവൽ തബ, ആദ്യത്തെ ടൈപ്പിസ്റ്റാണ്. ഇവിടെ ടൈപ്പിസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല എനിക്ക്. അങ്ങനെ പല പേരിൽ അവൽ എന്നുള്ള ഇതുണ്ടായിരുന്നു. 1953 നവംബർ 7 ഇവിടെ വന്നിറങ്ങിയത്. ഒരു മാസം പിടിച്ചാണ് ഗുജറാത്തിൽ നിന്ന് ഇവിടെ എത്താൻ. ഗുജറാത്തിൽ നിന്ന് ലോഞ്ചിൽ കയറി. പിന്നെ അത് ആ ലോഞ്ച് കാറ്റൊക്കെ പിടിച്ച് അപ്പോ ഗോതറിലൊക്കെ പോയി. അവിടുന്ന് ഗോതറിന്റെ ഒരു വെള്ളം ഒരു ഡീസലൊക്കെ അതിലെടുത്ത് അങ്ങനെ കൂടി ഇവിടെ ഒരു മാസമായി ഇവിടെ എത്തുമ്പോ. ഇപ്പോൾ സ്ഥിതി ചെയ്യുന്ന ഹയാത്ത് റീസൻസി ഹോട്ടൽ, അവിടെ അതൊക്കെ കടലാണ്. ദേര അവിടെ ഞാൻ ഇറങ്ങിയത്. അതൊക്കെ പ്രവേശനം. ഇവിടെ 1.5 മില്യണിലേറെ മലയാളികളുണ്ട് എന്ന് നമ്മൾ ഇന്ന് അവകാശപ്പെടുന്ന ഈ നാട്ടിൽ അവൽ മലബാറി, അതായത് ആദ്യത്തെ മലയാളിയായി എത്തിപ്പെട്ടതാണ് അഹമ്മദ് കുട്ടിക്ക. 64 വർഷം. പേർച്ച എന്നാണ് പറയുന്നത് നാട്ടിലൊക്കെ. പേർച്ച വലിയ കുട്ടികളൊക്കെ എന്റെ പ്രായക്കാരൊക്കെ പേർച്ച വന്നിരുന്നു പറയും. അപ്പൊ പേർച്ച എന്നാണ് അതിന്റെ പേര്. പിന്നെ ഇവിടെ ബ്രിട്ടീഷുകാർ ഭരിക്കൽ തുടങ്ങി. അപ്പോ ടൂറിസ്റ്റ് സ്റ്റേറ്റ് എന്നായിരുന്നു. എനിക്കൊന്ന് നാവണങ്ങിയിട്ട് പ്രയാസം. ടൂറിസ്റ്റ് സ്റ്റേറ്റ്സ് അങ്ങനെയാണ് പേര്. അവര് ഭരിച്ചപ്പോ പിന്നെ ഇവിടെ NOC, നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്താണ്. അങ്ങനെയാണ് ഇന്ത്യക്കാരൊക്കെ തുടങ്ങിയത്. അഹമ്മദ് കുട്ടിക്ക ഇവിടെ NOC ഇഷ്യൂയിങ് ഓഫീസർ ആയിരുന്നു. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ അന്ന് കേൾക്കുന്നവരൊക്കെ പേർഷ്യയിലോട്ടാണ് അവർ വന്നിരുന്നത് തന്നെ. അപ്പൊ പേർഷ്യക്കാരാണല്ലോ ഇപ്പോഴും കുറെ പേര് പേർഷ്യക്കാരാണ്. നാട് പേർഷ്യക്കാരുടെ തീർച്ചയായിട്ടും. അവിടെ വന്ന എല്ലാവർക്കും, ഒരുപക്ഷെ നമ്മളറിയുന്ന ഇന്ന് ഇവിടെയുള്ള ഇന്ത്യക്കാരായുള്ള പ്രവാസികളും അവർക്ക് ആദ്യം ഈ നാട്ടിൽ എന്തെങ്കിലും വേരുകളുണ്ടെങ്കിൽ ആ വേരുകളിൽപ്പെട്ട എല്ലാവർക്കും NOC, അന്ന് വിസയില്ല, NOC ആണ്. ഓഫീസിലായിരുന്നു. പക്ഷെ NOC ഞാനല്ല ഇഷ്യൂ ചെയ്തതാണ്. മൈക്കിൾ എഡ്മണ്ട് ബട്ടനായിരുന്നു എന്റെ ബോസ്. അദ്ദേഹം എലിസബത്ത് രാജ്ഞിയുടെ അമ്മാവന്റെ മകനാണ്. എലിസബത്ത് രാജ്ഞിയുടെ അമ്മാവന്റെ മകനാണ്. വലിയ പ്രധാനമുള്ള മനുഷ്യനാണ്. അവർക്കൊന്നും അഹങ്കാരമില്ല. ഇഫ് യു എനി വർക്ക് യു വാണ്ട്, യു ഗോയിങ് ടു എനി ഓഫീസ്, no recommend, no need. You self go. If you are qualified and suitable, you can go to ask the job. No any recommend, no need. അതാണ് ആ കാലഘട്ടത്തിന്റെ മഹാത്മ്യം. അവരെ പ്രധാനങ്ങൾ. അപ്പൊ അദ്ദേഹത്തിന്റെ കൂടെ എനിക്ക് ജോലി.
മായ അഹമ്മദ് എന്നാണ് അദ്ദേഹം ഇംഗ്ലീഷുകാരോടൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. മായ അഹമ്മദ് ഇങ്ങനെ പറയാം, വല്ലതും ജോലി പ്ലീസ് ക്യാൻ യു ഡൂ എന്ന് ചോദിക്കുള്ളൂ. പ്ലീസ് ക്യാൻ യു ഡൂ, ദയവേദിട്ട് നിനക്ക് ചെയ്യാൻ പറ്റും. ഇവിടുത്തെ പ്രസിഡന്റ് അദ്ദേഹം ഞാൻ അവിടെ വരുമ്പോ ഈ പിന്നെ പ്രസിഡന്റ് ആയിട്ടില്ല. പിന്നെ അന്ന് ഷെയ്ഖ് അബൂദ് എന്ന് പറഞ്ഞ ആളായിരുന്നു. ഷെയ്ഖ് അബൂദ് സുൽത്താൻ, ഷെയ്ഖ് അബൂദ് ബിൻ സുൽത്താൻ അൽ നഹ്യാനായിരുന്നു അന്നത്തെ ഭരണം എന്ന് പറഞ്ഞാല് അവരെ ബ്രിട്ടീഷുകാരെ അവരെ ശമ്പളം കൊടുത്തിരിച്ചാണ് അബുദാബിയിൽ. അപ്പൊ അദ്ദേഹത്തിന്റെ മകനാണ് എന്റെ കൂടെ ഫുട്ബോൾ കളിക്കാൻ ടീമുണ്ടാക്കിയത്. അയാളുടെ പേര് സുൽത്താനാണ്. ഈ അയാൾക്ക് മരിച്ചുപോയി. അങ്ങനെ ഷെയ്ഖ് സായിദ് പിന്നെ ഭരണത്തിൽ കയറിയപ്പോൾ ഷെയ്ഖ് സായിദ് പിന്നെ ആയിട്ട് നമ്മൾ നല്ല ഇതാണ്. അത്ര നല്ല മനുഷ്യൻ. ഈ അറബ് രാജ്യത്തിനുണ്ടോ അത്ര സ്നേഹവാദിയാണ് ഇവിടുത്തെ ഈ പ്രസിഡന്റ്. എനിക്കിപ്പോ അദ്ദേഹം ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ എന്നെ തലയിൽ കയറ്റും. അത്ര നല്ല സ്നേഹമാണ്. ഞങ്ങള് ഈ ഏതാണ്ട് 18ഓളം ഭാഷകൾ അറിയാമെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ഏതൊക്കെ ഭാഷകളാണ്? അതൊക്കെ എങ്ങനെയാണ് പഠിച്ചത്? അതൊക്കെ ഇവിടെ നിന്നിട്ട് ഞാൻ ബിസിനസ് ഒക്കെ ചെയ്തിരുന്നില്ലേ. അപ്പൊ പിന്നെ എല്ലാവരായിട്ട് ഞാൻ നല്ല രോഗിയാണ്. അപ്പൊ ഏതൊക്കെ ഭാഷകളാണ് അറിയാം? ഫാർസിയാണ് പഠിച്ചത് ശരിക്കും. ആവാജാൻ കുജാമിരി അവസിയാസ് കുജയാസ് അതാണ് പേർഷ്യനാണ് ഒരു പേർഷ്യൻ ലാംഗ്വേജാണ്. പിന്നെ അറബി താല് യാഹി ഓനത്ത് ബിലാദ് അറബി. ഇംഗ്ലീഷ് നന്നായിട്ട് 2-3 ഇംഗ്ലീഷ് അറിയാം. നാടൻ ഇംഗ്ലീഷും ബ്രിട്ടീഷ് ഇംഗ്ലീഷും ലണ്ടനിലൊക്കെ. അങ്ങനെ പിന്നെ മറാഠി നല്ല എന്റെ ഭാഷയല്ലേ മറാഠി. ഞാൻ മലയാളിയാണെങ്കിലും മറാഠിയല്ല എന്റെ ഭാഷ. ആണോ? मराठी काय कसाही बरं आहे. तुम्ही कुठेच माणूस केरळच माणूस आम्ही मराठी पोरगा അത് മറാഠി ഗുജറാത്തി മറാഠി ഗുജറാത്തി. പിന്നെ കച്ച് എന്തായാലും കച്ചിലുള്ള ആൾക്കാരുമായിട്ട് പിന്നെ പഞ്ചാബി किथे जानिए अपना सरदार जी तू किथे जाने अपना मनमोहन सिंह जी जबान की जानते അത് പഞ്ചാബി. പിന്നെ അങ്ങനെ പിന്നെ ഇങ്ങനെ റാണ്ടേ പടുക്കുണ്ടേ അത് തുളു പറപ്പുണ്ട്. അതിന്റെ അഞ്ചുക്ക് പട്ടിലാറുമാരാണ്. അത് തുളു ഭാഷ. അങ്ങനെ കുറെ ഈ ഭാഷകളൊക്കെ ഇവിടെ പഠിച്ചാണ്. ഒക്കെ മറാഠി മലയാളം ഒക്കെ ഇംഗ്ലീഷും എനിക്ക് ഹിന്ദി ഉറുദു അറിയാം. ആ കഹാക്ക എന്നുള്ള ഹിന്ദി തും കിതർക്ക എന്നല്ല. ഹിന്ദി ഒരു സംസാരിക്കുമ്പോ നോ ടേസ്റ്റി. അതർവൈസ് ഉറുദു ടോക്കിംഗ് നല്ല അതുള്ള ഭാഷ. നമ്മൾ തന്നെ പറയല്ലേ, നമ്മൾ നീന്നും നിങ്ങൾ എന്നൊക്കെ പറയണേ. എനിക്ക് നീന്നുന്ന ഒരാളെ പറയാൻ അറിയില്ല. ഞാൻ ഏത് കുട്ടീനെ നിങ്ങൾ എന്നാണ് പറഞ്ഞിട്ട് സംസാരിക്കുക. എനിക്ക് അങ്ങനെ സ്വീറ്റ് ഭാഷകൾ ഉപയോഗിക്കുന്ന ഒരു ഇതാണ്. അപ്പൊ ഇത്തരം ഭാഷകളൊക്കെ അറിയാം. ആദ്യം തിരിച്ച് പോയത് ദോഹന്നാണ്, കപ്പലിലാണ് പോയത്. ബസ്സിൽ. അപ്പൊ കുറെ പൈസ ഒക്കെ കുറവാണ്. അപ്പൊ കുറെ അന്ന് നല്ല ഷോ ഉള്ള കുറെ ക്വാളിറ്റി ഒരു ഇരുമ്പട്ടിയില ആണ് കൊണ്ടുപോയത്. അതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. പിന്നെ ഞാൻ അവിടുന്ന് വന്ന് പിന്നെ ഞാൻ തിരിച്ച് ദോഹയിൽ തന്നെ വന്ന് അവിടുന്ന് ഇങ്ങനെ ദോഹയില് എനിക്ക് പിന്നെ ഇഷ്ടപ്പെട്ടില്ല. എനിക്കിങ്ങനെ പരിദേശമാണ്. ഞാൻ എല്ലാ നാടും തുർക്കി എല്ലാ നാടും എനിക്ക് നാട് കറങ്ങലാണ്. ചൈന, ബാങ്കോക്ക്, തായ്ലൻഡ്, സിംഗപ്പൂർ, മലേഷ്യ എല്ലാം പോയിക്കണ ഞാൻ. ഈ പത്തേമാരിയിലാണല്ലോ ആദ്യം വന്നത്, ഗുജറാത്തിൽ. ലോഞ്ച് പത്തേമാരിയല്ല, ചെറിയ ലോഞ്ചാണ്. പത്തേമാരി എന്ന് പറഞ്ഞാൽ വലിയതാണ്. സിനിമാ താരം മമ്മൂട്ടി പറയാം, അതാണ് പത്തേമാരി. അതല്ല പത്തേമാരി. ഇത് ചെറിയ ലോഞ്ച്. തുണി കെട്ടിട്ട് പായൊക്കെ ഓടും. പിന്നെ ഇടയ്ക്ക് കുറച്ച് ഡീസലൊക്കെ ഒഴിച്ച് എന്തൊക്കെ വെച്ച് അത്ര എനിക്ക് അറിയില്ല. ഇവിടെ റിതം റെക്കോർഡിംഗ് സെന്റർ, റിതം ഇലക്ട്രോണിക്, പിന്നെ തുണിക്കട, ടൈപ്പിംഗ്. ഞാൻ ടൈപ്പിസ്റ്റും കൂടിയാണ്. പിന്നെ ഒക്കെ ഉണ്ടായിരുന്നു. പല ബിസിനസ്സും ഉണ്ടായിരുന്നു. ഇപ്പോഴും ലൈസൻസ് ടൈലേഴ്സിന്റെ ഹമാര ടൈലറിംഗ് ഹൗസ്, പിന്നെ അൽസാഫി ടൈലറിംഗ് ഹൗസ്. അതിലൊക്കെ നല്ല ആൾക്കാർ മലയാളികൾ ജോലി ചെയ്തിരുന്നു. ഈ പുതിയ തലമുറയിൽ ഇപ്പൊ നമുക്കറിയാം, അന്ന് ലോഞ്ചിൽ കയറി 30 ദിവസം എടുത്ത് യാത്ര ചെയ്താണ് അങ്ങോട്ട് വന്നത്. ഈ തലമുറ വന്നു ചേരുന്നത് 3.5 മണിക്കൂറിൽ വന്നു ചേരുന്നു. അത് കുറെ കാലമായിട്ട് തന്നെ അങ്ങനെയാണ്. ഇവര് വന്നു ചേരുന്ന നാടും വേറെയാണ്. അപ്പോ ഈ തലമുറയിൽ
പ്രവാസത്തിലേക്ക് കാലെടുത്ത് വെക്കുന്ന ഇവിടെ ഇങ്ങോട്ട് വരുന്ന അല്ലെങ്കിൽ ഇവിടെ ജീവിക്കുന്ന പ്രവാസികൾ ആയിട്ടുള്ള പുതിയ തലമുറയോട് അങ്ങക്ക് എന്താണ് പറയുന്നത്? എനിക്ക് പറയാനുള്ളത് നമ്മള് ഒരിക്കലും ഈ നാടിനെ മറക്കാൻ പാടില്ല. എപ്പോഴും നന്ദി കൈയെടുത്തിട്ട് പ്രാർത്ഥിക്കണം. ഇതിനെ നമ്മൾ റെസ്പെക്ട് ചെയ്യണം, ഹൃദയമായിട്ട് സ്നേഹിക്കണം. പണ്ടുള്ളവരെ എങ്ങനെ വന്ന് അവരെങ്ങനെ ജീവിച്ച് പട്ടിണി കിടന്ന് പിന്നെ ലോഞ്ചിൽ വന്നിട്ട് കുറെ കടലിൽ തള്ളി, അതൊക്കെ കുറെ കാലം കഴിഞ്ഞപ്പോൾ ലോഞ്ചിലൊക്കെ വരാൻ സിസ്റ്റങ്ങളായി. ഇവിടെ പാസ്പോർട്ട് അതിവിടെ പാസ്പോർട്ട് എന്താണെന്ന് ഇവിടുത്തെ നാട്ടുകാർക്ക് തന്നെ അറിയില്ല. ഇവര് ലോഞ്ചിലും അങ്ങനെയൊക്കെ പോയി ഇവിടെ മിർച്ചിലാണ് പോവുക, ചികിത്സക്ക് ബൊംബൈയിലോ അങ്ങനെയൊക്കെ എങ്ങനെ പോകും, എങ്ങനെ പോകുന്നത് എനിക്കറിയില്ല. അങ്ങനെയൊക്കെയായിരുന്നു. ഇപ്പൊ വരുന്നവര് വളരെ ആത്മാർത്ഥമായിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കഴിഞ്ഞു പോയവർക്ക് ഞാൻ എന്റെ ഭാഷ ഈ വയസ്സായിട്ട് 80 വയസ്സ് ഇപ്പൊ കഴിഞ്ഞെനിക്ക്. ഈ 80 വയസ്സിൽ ഞാൻ എന്റെ ഭാഷ, എന്റെ നാട്, എന്റെ ഉമ്മാനെ സ്നേഹിക്കുന്നു. അത് ദൈവത്തിന്റെ ഒരു ഭക്തിയാണ്, ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രധാന കാര്യമാണ്. ആരും വിശ്വസിച്ചിട്ടുണ്ട്, നിങ്ങളും എല്ലാവരും വിശ്വസിച്ചിരിക്കേണ്ട അവനവന്റെ ഉമ്മ പ്രസവിച്ചതള്ള, പിന്നെ അവനവന്റെ നാട്, അവനവന്റെ ഭാഷ. മലയാള ഭാഷ മോശമെന്ന് പറഞ്ഞിട്ട് തള്ളിക്കളയാൻ ഏറ്റവും നല്ലത് നമ്മൾക്ക് നാട്ടു ശുദ്ധമായ നല്ല ഭാഷയാണ് മലയാളം. മലയാളികളെ അത്ര സ്നേഹിക്കുന്നവരാരുണ്ട് ഭൂമിയിൽ. അത് നന്ദിയുള്ളവരാണ് മലയാളികൾ. വളരെ നന്ദിയാണ്. നിങ്ങൾ വലിയ ഗുണം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് വളരെ നന്ദി കൽപ്പിക്കുന്നവരാണ്. അപ്പൊ അതുകൊണ്ട് അങ്ങ് ഒരുപാട് കലാസ്വാദകനും കൂടിയാണ്. എനിക്ക് വലിയ ഇഷ്ടമാണ് പാട്ടൊക്കെ, വലിയ ഇഷ്ടമാണ്, ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പാട്ട് ഇഷ്ടമാണ്, കേൾക്കുന്നതാണ് വലിയതാണ്. ഞാൻ വാസത്തിൽ നാട്ടില് റേഡിയോ വെച്ചിട്ടാണ് കിടക്കല്. കുടുംബപരമായിട്ടല്ല, അങ്ങനെ ചെറുത് മൂടിപ്പാട്ട് പോലെ, അങ്ങനെ വലിയ പാട്ടുകാരല്ല. എന്നാലും ദഖ്ല അയൂനി ശഹാചീന ദഖ്ല അയൂനി ശഹാചീന ലൗല അയൂനി ശമാജീന لولا عيون شماجينا دخل عيون شحاجينا لولا عيون شماجينا وصلتينا والصلبير وصلتينا والصلبير واختات الولحابينا وصلتينا والصلبير واختات الولحابينا ويليه 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 ويليه. നമ്മളിൽ എന്നും നമ്മൾക്ക് കൂടെ ഉണ്ടായിരുന്നിട്ടും നമ്മളെപ്പോലെ അല്ലാതെ ജീവിച്ച് തീർത്ത ചില മനുഷ്യരുണ്ട്, ചില വിശിഷ്ട വ്യക്തിത്വങ്ങളുണ്ട്. അത്തരത്തിലൊരാളെയാണ് നമ്മൾ ഇന്ന് കണ്ടത്, അഹമ്മദ് കുട്ടിക്ക എന്ന ഹാജിക്ക. കുറച്ചു ദിവസങ്ങൾക്ക് മുൻപ് OSA റഷീദ് എന്നൊരു പക്ഷെ നിങ്ങൾ അറിയുന്ന റഷീദ് ഭായ് എനിക്ക് ഈ പേര് നിർദ്ദേശിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കയ്യിൽ ഇത്രമാത്രം കഥകളുണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു. എങ്കിലും അത്രയും കഥകൾ നമ്മൾക്ക് വേണ്ടി പങ്കുവച്ചതിന് 1000 നന്ദി അദ്ദേഹത്തിനോടുണ്ട്. വളരെ വളരെ നന്ദി. ഇത് നിങ്ങൾക്ക് എന്നും പ്രയോജനപ്പെട്ട് നിങ്ങൾക്കെല്ലാം വളരെ നന്ദി. എന്റെ